കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനും എൻ്റെ ഫേസ്ബുക്കിൽ പേജിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അത് എഴുതിയത് ശ്രീ മധുലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം കോട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ തൊട്ടയൽപക്കത്ത് താമസിക്കുന്ന അനേക വർഷങ്ങൾ വിദേശ രാജ്യത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിച്ച ശ്രീ സനൽകുമാർ എന്നൊരു വ്യക്തിയുടെ അനുഭവം അദ്ദേഹം പറഞ്ഞത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ശ്രീ ആന്റണി രാജു MLA, അദ്ദേഹം മിനിസ്റ്റർ, അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്തത്. അതിനോടൊപ്പം ഒരു ഫോട്ടോയും കൂടി ഞാൻ ഷെയർ ചെയ്തു. അപ്പം അതിൻ്റെ ഉള്ളടക്കം ഇതാണ്: എനിക്ക് സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെറ്റായ ധാരണയാണ് ഉണ്ടായിരുന്നത്. സർക്കാർ ആശുപത്രികളിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഇങ്ങനെ മകനോ മകൾക്കോ ഒരു അസുഖം ഉണ്ടായി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആലപ്പുഴയിൽ മുഹമ്മയിലുള്ള ആരോഗ്യ കേന്ദ്രം, അതിന് മുന്നിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിൽ എന്തായാലും അതിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നു. അപ്പം ഞാനിവിടെ ഒന്ന് കയറി മകളെ കാണിക്കാം എന്ന് കരുതി കയറിയപ്പോഴാണ് നല്ല വൃത്തിയുള്ള നല്ല അന്തരീക്ഷം, നല്ല സൗകര്യങ്ങൾ, അവരുടെ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. കുഞ്ഞുമോളെ നോക്കിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള മരുന്നുകളെല്ലാം ലഭ്യമാക്കി. അപ്പോൾ ഇതിന് പണം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഓൺലൈൻ പേയ്മെൻ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പണമൊന്നും അടയ്ക്കേണ്ട, ഇതെല്ലാം ഫ്രീ ആണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അനേക മാസങ്ങൾ ഒരു ഡോക്ടറെ, ഒരു പനി വന്നാൽ പോലും എത്രയോ ആഴ്ചകൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്ന ഒരു രാജ്യത്ത് താമസിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അനേക മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നൊരു നാട്ടിൽ നിന്നും ഒരുപാട് നാൾ താമസിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ധാരണകളെ തിരുത്തി എഴുതുന്നതാണ് എന്ന സത്യം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തത്.